കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഒരു തരത്തിലുള്ള ന്യായമായ പരിഗണനയും കിട്ടിയിട്ടില്ല എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത്. രാഷ്ട്രീയ താൽപര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ബജറ്റിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്തിയെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വയനാടിനെയും വിഴിഞ്ഞത്തെയും കുറിച്ച് എന്തേ ഒന്നും മിണ്ടാത്തത് എന്തുകൊണ്ട്? അത് ദുഃഖകരമാണ്, സങ്കടകരമാണ്, മാത്രമല്ല പ്രതിഷേധകരവുമാണ് എന്ന് KN ബാലഗോപാൽ പറഞ്ഞു. നമ്മുടെ വിവിധ മേഖലകളിൽ നമുക്ക് പ്രത്യേക ഒരു പാക്കേജ് കേരളത്തിന് വലിയ തോതിൽ സാമ്പത്തികമായി വെട്ടിക്കുറവ് വന്നു എല്ലാവരും അംഗീകരിക്കുന്നതാണ്. കണക്കുകൾ സംസാരിക്കുന്നതാണ്, രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത്. അതിനകത്ത് കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. രണ്ടാമത് കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ്, അതിനകത്തൊന്നും പറഞ്ഞില്ല. ഈ ബഡ്ജറ്റിൽ ദീർഘമായിട്ട് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചും എക്സ്പോർട്ടിനെ സംബന്ധിച്ചും ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ്. കഴിഞ്ഞൊരു ദശാബ്ദത്തിനിടയിൽ അല്ലെങ്കിൽ 2 ദശാബ്ദത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും മേജറായ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞത്തെപ്പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. കാരണം എക്സ്പോർട്ടിനുള്ള വിൻഡോ ആണല്ലോ ഈ വലിയ തുറമുഖം. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അതിന് പണം പ്രത്യേകം തന്നിട്ടില്ല. പിന്നീട് മേജർ സ്ഥാപനങ്ങളൊന്നുമേ കേരളത്തിൽ വന്നിട്ടില്ല. ഏറ്റവും ന്യായമായി അനുവദിക്കേണ്ട സ്ഥാപനങ്ങളൊന്നും വന്നിട്ടില്ല. 5 IITകളിൽ പുതിയ കോഴ്സ് തുടങ്ങുന്നതിനകത്ത് എന്തോ ഒരു കാര്യം വരുന്നത്. ഇങ്ങനെ പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റം നിരാശാജനകമാണെന്ന്